വത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കണം, പാലിക്കണമെന്ന് അതീവ ഗൗരവമായ ഭാഷയിൽ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരവധി സൃഷ്ടികളിൽ ഏറെ വ്യതിരിക്തനാണ് മനുഷ്യൻ. അവന് ഇതര സൃഷ്ടികൾക്കൊന്നുമില്ലാത്ത ധാരാളം സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനം അവൻ്റെ സൽസ്വഭാവമാണ്. സൽസ്വഭാവം എന്ന് പറയുന്ന ഗുണം അവനിൽ നിന്ന് അടർത്തിയെടുത്താൽ പിന്നെ അവനെക്കുറിച്ച് മനുഷ്യൻ എന്ന് പറയാൻ സാധ്യമല്ല. അവൻ്റെ ബാഹ്യമായ സൗന്ദര്യമല്ല യഥാർത്ഥത്തിൽ അവനെ ശ്രേഷ്ഠനാക്കുന്നത്. ബാഹ്യമായ സൗന്ദര്യത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകൾ ഖുർആൻ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതീവ സുന്ദരനായിരുന്നു. ഉന്നതമായ കുടുംബത്തിൽ പിറന്ന ആളാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന ഘട്ടത്തിൽ താങ്കളൊരു ഉന്നത കുടുംബത്തിലെ പ്രധാന കണ്ണിയാണ് എന്നല്ല പറഞ്ഞത്. താങ്കൾ ആരെയും ആകർഷിക്കുന്ന, ആരുടെ ശ്രദ്ധയും പിടിച്ചുപറ്റുന്ന സൗന്ദര്യമുള്ള വ്യക്തിയാണ് എന്നുമല്ല അല്ലാഹു തആല പറഞ്ഞത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖലമിൽ പല സൂറത്തുകളിലും കാണുന്നത് പോലെ ചില അക്ഷരങ്ങൾ കൊണ്ട് ഹുറൂഫുൻ മുഖത്താ എന്ന് മുഫസ്സിറുകൾ പറയുന്ന നൂൻ, അലിഫ് ലാം മീം പോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങി നൂൻ എന്ന ഗണത്തിൽപ്പെട്ട നൂൻ എന്ന പദം കൊണ്ട് തുടങ്ങി പേനയെയും പേന കൊണ്ട് എഴുതുന്നതിനെയും അഥവാ ലിഖിതം അതിനെക്കുറിച്ചൊക്കെ സത്യം ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. താങ്കളുടെ റബ്ബിന്റെ അനുഗ്രഹത്താൽ താങ്കളൊരു ഭ്രാന്തനേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ ജനത ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നു. അതിനുള്ള ഒരു ഗണ്ണനം കൂടിയാണ്. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. തീർച്ചയായും താങ്കൾക്ക് നിലച്ചു പോകാത്ത, മുറിഞ്ഞു പോകാത്ത പ്രതിഫലം താങ്കൾക്കുണ്ട് എന്നതിന് ശേഷം അല്ലാഹു തആല പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നാം ശ്രദ്ധിക്കുന്നത്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഉത്കൃഷ്ടമായ സ്വഭാവത്തിലാണ് താങ്കൾ നിലകൊള്ളുന്നത്. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരനുചരൻ ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന്. അതിനവർ പറയുന്ന മറുപടി, നിങ്ങൾ ഖുർആനൊന്നും പാരായണം ചെയ്തിട്ടില്ലേ എന്നാണ്. ഖുർആൻ പാരായണം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ സ്വഭാവം ഖുർആനാണ്. കാന ഖുലുഖുഹു അൽ ഖുർആന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആനിൽ പറഞ്ഞ സ്വഭാവങ്ങൾ മുഴുവനും, അതിൽ പറഞ്ഞ
സൽഗുണങ്ങളെ മുഴുവനും ജീവിതത്തിൽ എടുത്തണിഞ്ഞ് ഒരു സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ വിരോധിച്ചിട്ടുള്ള, ഖുർആൻ വിലക്കിയിട്ടുള്ള സകലമാന ദുർഗുണങ്ങളിൽ നിന്നും അങ്ങേയറ്റം ദൂരം പാലിക്കുകയും ചെയ്തിരുന്ന ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളിൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ സവിശേഷത പറയുമ്പോൾ എടുത്തു പറയുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം. സ്വഹാബികളുടെ ജീവിതത്തിലേക്ക് കടന്നാലും അത് നമുക്ക് കാണാൻ പറ്റും. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കറുകറുത്ത ചപ്പിയ മൂക്കുള്ള, പ്രത്യക്ഷത്തിൽ ഒരു വൈകൃത രൂപമുള്ള ഒരാളായിരുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വിളിക്കാറുണ്ടായിരുന്നത് നേതാവ് എന്നാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുള്ളത് സയ്യിദുന, അദ്ദേഹം നമ്മുടെ സയ്യിദാണ്, നേതാവാണ്. വഅതക സയ്യിദുന, നമ്മുടെ മറ്റൊരു നേതാവായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആകുന്ന സയ്യിദാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ആകുന്ന സയ്യിദിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന ആൾ. രണ്ടുപേരെയും സയ്യിദ് എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉന്നത തറവാട്ടിൽപ്പെട്ട, ജാഹിലിയ കാലത്ത് പോലും പ്രിയങ്കരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ചേർത്തിട്ടാണ് രണ്ടുപേരെയും സയ്യിദ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പരിചയപ്പെടുത്തുന്നത്. എന്താണ് ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദ് എന്ന് വിളിക്കാനുള്ള കാരണം? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് അദ്ദേഹത്തിന്റെ ബാഹ്യരൂപമല്ല എന്നുറപ്പാണ്. അദ്ദേഹത്തിൽ കുടികൊണ്ടിരുന്ന ഈമാനാണ്. ആ ഈമാനിൽ നിന്നും ഉത്ഭൂതമാകുന്ന സൽഗുണങ്ങളും സൽസ്വഭാവവുമാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദ് എന്ന് വിളിക്കാൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാന ഘടകം എന്ന് ചരിത്രത്തെ ആളുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇത്രയും പറഞ്ഞത്, ഒരാളുടെ സ്ഥാനം നിർണയിക്കുന്നത്, അയാളുടെ പദവി അടയാളപ്പെടുത്തുന്നത് അയാളുടെ ഭാഗ്യ സൗന്ദര്യമല്ല, അദ്ദേഹത്തിന്റെ ഈമാനും ഈമാനിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സ്വഭാവവുമാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആ സ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ലജ്ജയാണ്. സ്വഭാവങ്ങളുടെ രാജാവ് എന്ന് പറയാവുന്നത് ലജ്ജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനെയും ലജ്ജയെയും പരസ്പരം വേർപെടുത്തുക സാധ്യമല്ല എന്ന വിധത്തിൽ പരിചയപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹയാഉ വൽ ഈമാനു ഖുരിന ജമീഅ. ഈമാൻ, സത്യവിശ്വാസവും ലജ്ജാബോധവും ലജ്ജയും അത് രണ്ടും ഇഴചേർന്ന് നിൽക്കുന്നതാണ്, പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. ഒന്നിനെ ഒന്നിൽ നിന്ന് വേർപെടുത്തുക സാധ്യമല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അതിന് നൽകിയ വിശദീകരണം, ഫൈദാ റുഫിയ അഹദുഹുമാ റുഫിയൽ ആഖർ. മനുഷ്യന്റെ ലജ്ജയിൽ നിന്ന് ഒന്നിനെ എടുത്തു മാറ്റിയാൽ പിന്നെ ഈമാൻ അവിടെ ഉണ്ടാകില്ല, ഈമാനും അതിന്റെ കൂടെ പോകും. രണ്ടും കൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമ്മേളിക്കുകയുള്ളൂ. ഒന്നിന്റെ അഭാവത്തിൽ മറ്റൊന്നും ഉണ്ടാവില്ല. ഒരാൾക്ക് ഈമാനുണ്ട് പക്ഷെ അവന് തീരെ ലജ്ജയില്ല എന്ന് പറയുന്ന പ്രസ്താവന തന്നെ അസംബന്ധമാണ്. ഒരാൾക്ക് ലജ്ജയുണ്ട് ഈമാനില്ല, ഈമാനുണ്ട് ലജ്ജയില്ല, അത് പരസ്പര വൈരുദ്ധ്യമാണ് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ബോധ്യപ്പെടുത്തുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തുടർന്ന് പറഞ്ഞത്, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖൻ. എല്ലാ ദീനിനും ഒരു നിശ്ചിതമായ വ്യതിരിക്തമാക്കുന്ന ഒരു സ്വഭാവമുണ്ട്.
ഇസ്ലാമിനെ വ്യതിരിക്തമാക്കുന്ന അതിന്റെ അതിപ്രധാനമായ കാര്യം ഖുലുഖുൽ ഇസ്ലാം അൽ ഹയാ, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ പറയുന്ന സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതിന്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. ഈ വചനങ്ങളെ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞത് വആദാബുൽ മർഇ ഉൻവാനു സആദതി വഫലാഹിഹി, ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിന്റെയും വിജയത്തിന്റെയും മേൽവിലാസം, അഡ്രസ് എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ എടുത്തണയുന്ന മര്യാദകളാണ്. അത് അള്ളാഹുവിനോടുള്ള മര്യാദയുണ്ട്, സ്വന്തത്തോട് കാണിക്കേണ്ടുന്ന മര്യാദയുണ്ട്, സൃഷ്ടികളോട് കാണിക്കേണ്ടുന്ന മര്യാദയുണ്ട്, മുഴുമേഖലകളിലും അതുണ്ട്. ആ വിശദമായി പറയപ്പെട്ട മര്യാദകളെ മുഴുവനും ജീവിതത്തിൽ എടുത്തണിയുമ്പോഴാണ് അവൻ സൗഭാഗ്യവാനായി മാറുന്നത്, അവന് വിജയം കരഗതമാക്കാൻ സാധിക്കുന്നത് എന്ന്. മറുവശവും അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യന്റെ നാശവും അവന്റെ ദൗർഭാഗ്യവും എന്ന് പറയുന്നത് അഥവാ അതിന് കാരണമാകുന്നതിന് അവന്റെ ഈ അദബിൽ വരുന്ന കുറവും പാളിച്ചയുമാണ്. അള്ളാഹുവിനോട് കാണിക്കേണ്ടുന്ന അദബിൽ, സൃഷ്ടികളോട് കാണിക്കേണ്ടുന്ന അദബിൽ അതിൽ വീഴ്ച വന്നാൽ അതിന്റെ ഗ്രാഫ് താഴ്ന്നു പോയാൽ അതനുസരിച്ച് അവന്റെ ദൗർഭാഗ്യത്തിന്റെ ഗ്രാഫ് ഉയർന്നുയർന്നു പോകും. അവന്റെ ജീവിതത്തിലെ പരാജയം അതിന്റെ ആഴം കൂടും, അതിന്റെ കട്ടിയും കനവും വർദ്ധിക്കും എന്ന് പഠിപ്പിക്കുന്നത് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം ഹദീസുകളുടെ പ്രമാണങ്ങളുടെ പിമ്പലത്തോടുകൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത്? അതിന്റെ പ്രാധാന്യമാണ് ഇത്രയും പറഞ്ഞത്. ലജ്ജ എന്ന് പറയുന്നതിന്റെ ആത്മാവ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ലജ്ജ എന്ന് പറയുന്നത് അല്ലാ യറാക്കല്ലാഹു ഹൈഥു നഹാക്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച ഒരു ഇടത്ത് നീ ഉണ്ടാകരുത്. അല്ലാഹു തആല വിരോധിച്ച ഒരു ഇടം, അല്ലാഹു തആല വിരോധിച്ച ഒരു മേഖല, അവിടെ നിന്റെ സാന്നിധ്യം ഉണ്ടാകരുത്, അവിടെ നിന്ന് നീ മാറി നിൽക്കണം. അതേപോലെ അല്ലാഹു തആല കൽപ്പിച്ച ഒരിടത്ത് നീ ഇല്ലാതിരിക്കുകയും ചെയ്യരുത്. അത് കൽപ്പിച്ചിടത്ത് നീ ഉണ്ടാവണം. പള്ളികൾ, നന്മയുടെ വേദികൾ, ഖുർആൻ ക്ലാസുകൾ, ദീനി സദസ്സുകൾ, അങ്ങനെ ഇബാദത്തുകൾ നിർവഹിക്കപ്പെടുന്നിടത്ത് നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. മ്ലേച്ഛവൃത്തികൾ നടക്കുന്നിടത്ത്, നൃത്തങ്ങൾ നടക്കുന്നിടത്ത്, ആളുകളുടെ അഭിമാനം പിച്ചു ചീന്തുന്ന വേദികളിൽ, ഗീബത്തും നമീമത്തും പറയുന്ന സദസ്സുകളിൽ, സംഗീതവും ദീൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളും നടമാടുന്നിടങ്ങളിൽ നീ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഈമാനെതിരാണ്. നിന്റെ ലജ്ജാബോധം ചോർന്നു പോയിട്ടുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ വളരെ ചുരുക്കി സംക്ഷിപ്തമായി പറഞ്ഞ ഈ വാക്കുകളിലെല്ലാം പെടും. അല്ലാഹു തആല നീ എവിടെ ഉണ്ടാകണമെന്ന് കൽപ്പിച്ചോ അവിടെ നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നീ എവിടെ ഉണ്ടാകരുതെന്ന് പറഞ്ഞുവോ അതിനോട് നീ അടുക്കുകയോ അതിനോട് സമരസപ്പെട്ടു പോകുകയോ ചെയ്യരുത്. ഇതാണ് ലജ്ജയുടെ ആത്മാവ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിശ്ചിത മേഖലയിലല്ല, ജീവിതത്തിന്റെ മുഴുമേഖലകളിലും അത് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ആഹരിക്കുന്നിടത്ത്, നമ്മുടെ വസ്ത്രധാരണ, നമ്മുടെ ഇബാദത്ത് തുടങ്ങിയ മുഴുമേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അള്ളാഹുവിനോടുള്ള നാം കാണിക്കേണ്ടുന്ന ലജ്ജ എന്ന് പറയുന്നത് അതിന്റെ പൂർണാർത്ഥത്തിൽ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നത് നിന്റെ ചിന്തയെ, നീ നിന്റെ ബുദ്ധിയിലുള്ള കാര്യങ്ങൾ, ചിന്തയെ, നിന്റെ ഈമാൻ, ഇതിനെയൊക്കെ നീ സംരക്ഷിക്കണം.
അതുപോലെ നിന്റെ ഉദരം, നിന്റെ വയർ, അതേപോലെ നിന്റെ വയറിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമായ ഒരു കാര്യം, ഒരു സമ്പാദ്യം, ഒരിറ്റ് വെള്ളം, ഒരു വറ്റ്, ഇത് നിന്റെ ഉദരത്തിലേക്ക് ഇറങ്ങരുത്. ഇത് ലജ്ജയുടെ ഭാഗമാണ് എന്ന്. അപ്പൊ ലജ്ജ എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ ചില നിശ്ചിത മേഖലകളിൽ മാത്രമല്ല, നമ്മൾ ആഹരിക്കുന്നിടത്ത്, നമ്മുടെ സമ്പാദ്യം, ഇതിലെല്ലാം അത് വരും. റസൂൽ വീണ്ടും പറഞ്ഞു, അതിന്റെ ഭാഗമാണ് തദക്കുറുൽ മൗത്ത് വൽ ബില, മരണവും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടി വരികയും ചെയ്യുമെന്ന ചിന്ത. അതൊക്കെ അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. ഒമൻ അറാദൽ ആഖിറ വതറക സീനത്തദ് ദുനിയ, ദുനിയാവിനെ, അതിന്റെ അലങ്കാരത്തെ ഉപേക്ഷിക്കുകയും അഥവാ അതിന് അമിത പ്രാധാന്യം നൽകാതിരിക്കുകയും ആഖിറത്തിനെ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവൻ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ മുഴുമേഖലയാണ്. എല്ലാ ഭാഗങ്ങളും അതിൽ വന്നു. ഇവിടെയൊക്കെ നിന്റെ സാന്നിധ്യം എവിടെ ഉണ്ടാകണമെന്നാണോ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, അവിടെ നീ ഉണ്ടാകണം. ഈ പറയപ്പെട്ട മേഖലകളിൽ നിന്റെ അസാന്നിധ്യം എവിടെയാണോ വേണ്ടത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, അവിടെ നിന്റെ നിഴൽ പോലും ഉണ്ടാകരുത് എന്നതാണ് ഇതിന്റെ അർത്ഥമെന്ന്. അങ്ങനെ ഒരാൾ കൃത്യമായി ഇത് പാലിച്ചു കഴിഞ്ഞാലാണ് അവനെ ഒരു യഥാർത്ഥ വിശ്വാസി, ലജ്ജാബോധമുള്ളവൻ. അത് രണ്ടും സമമാണെന്ന് ഞാൻ പറഞ്ഞു. ലജ്ജാബോധമുള്ളവൻ എന്ന് പറയുന്നതും വിശ്വാസി എന്ന് പറയുന്നതും അത് പരസ്പര പൂരകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി. മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഉദാഹരണമായി ഇബ്നു റജബുൽ ഹംബലി റഹിമഹുള്ളയെ പോലെയുള്ള പ്രഗത്ഭരായ മുഹദ്ദിദുകൾ ഈ ഹദീസിന് വിശദീകരണം നൽകവേ പറഞ്ഞു, ഈ പറഞ്ഞതിൽ പെടും നിന്റെ കേൾവി, അത് അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് നീ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലാഹു വിരോധിച്ചൊരു കാര്യം നീ കേൾക്കരുത്, അല്ലാഹു തആല വിരോധിച്ചൊരു കാര്യം നീ കാണരുത്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് അത് കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ആശയവും ആദർശമോ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. മഹാരഥന്മാരായ സ്വഹാബാ കിറാം സൂറത്ത് ലുഖ്മാനിലെ ഒമിനന്നാസി മൻ യുളില്ലു എന്ന് പറയുന്ന വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനെ പിടിച്ച് 3 തവണ സത്യം ചെയ്തിട്ട് പറയുന്നു, അല്ലാഹു തന്നെ നേര്, അല്ലാഹു തആല തന്നെ സത്യം, അല്ലാഹു തആല തന്നെ സത്യം എന്ന് 3 തവണ സത്യം ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത്, ഇവിടെ ലഹുൽ ഹദീസ്, വിനോദ വാർത്ത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സംഗീതമാണ് എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞതായി നമുക്ക് കാണാം. അങ്ങനെ വിരോധിക്കപ്പെട്ട ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിൽ നിന്ന് നിന്റെ ചെവിയെ നീ കാക്കണം. നിന്റെ ചെവിയിലേക്ക് അത്തരമൊരു കാര്യം കടന്നു വരുന്നതിനെ നീ പ്രതിരോധിക്കണം എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല, ഒരാളുടെ ഈമാൻ, അതേപോലെ സംഗീതത്തോടുള്ള പ്രേമവും അതൊരിക്കലും സംഗമിക്കുകയില്ല എന്നും മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നിനോടുള്ള ഇഷ്ടം കയറി വന്നാൽ മറ്റൊന്നിനോടുള്ള ഇഷ്ടം ഇറങ്ങിപ്പോകും. രണ്ടും ഒരേ സമയം ഉണ്ടാവില്ല. രാവും പകലും ഒരേ സമയം ഒരേടത്ത് സംഗമിക്കുക എന്നത് എത്രമേൽ അസംഭവ്യമാണോ അതേപോലെ അസംഭവ്യമാണ് ഇതിനോടുള്ള ഇഷ്ടവും ഈമാനും സംഗമിക്കുക എന്ന് പറയുന്നത് എന്നതാണ് അതിന്റെ അർത്ഥമെന്ന് നമുക്കതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുള്ള തുടർന്ന് പറഞ്ഞു, നിന്റെ ഉദരം അഥവാ വയറ്, നീ കഴിക്കുന്ന ആഹാരം, അവിടെയും ഈ ലജ്ജ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അന്യന്റെ ഹക്ക് ഒരു നിലക്കും കടന്നു വരരുത്. നിന്റെ ബൗക്കൽ മശ്റബ് തുടങ്ങിയതിൽ വരരുത്. ഒറ്റവാക്കിൽ ഇനി പറഞ്ഞാൽ അല്ലാഹു തആല വിരോധിച്ചൊന്നും നിന്റെ ജീവിതത്തിൽ വരരുത്. വേഷവിധാനം അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതൊരു ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുക സാധ്യമല്ല. വേഷവിധാനത്തിന്റെ കാര്യം പറയാൻ നമുക്ക് അറപ്പ് തോന്നുന്ന വിധത്തിലുള്ള വേഷങ്ങളാണ് പലപ്പോഴും നമ്മുടെ മക്കൾ, ആണും പെണ്ണും അതിൽ ഒരുപോലെയായി മാറുന്നുണ്ട്. നല്ല ഹിജാബ് ധരിച്ച ഉമ്മയുടെ കൂടെ തല മുഴുവനും തുറന്നിട്ട് വൃത്തികീൻ അയ്യയ്യേ എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള വേഷവിധാനത്തോടുകൂടെ
നടക്കുന്നവരുണ്ട്. ഈ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നത് മാതാപിതാക്കളാണല്ലോ. അവന്റെ കാശ് കൊണ്ടാണ്, അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാണ് ഈ മക്കൾ ഈ ദേശരീതി ഈ വസ്ത്രം ധരിച്ചു നടക്കുന്നത്, അവന്റെ പിന്നാലെ നടക്കുന്നത്. അതുകൊണ്ട് കാശ് കൊടുത്ത് നരകം വാങ്ങരുത്, കാശ് കൊടുത്ത് മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകരുത്. അതിന്റെ അടിസ്ഥാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഈ ഒരു ഗുണം, ഞാൻ നേരത്തെ പറഞ്ഞ ഗുണം അസ്തമിക്കുമ്പോഴാണ് ഈ ഒരു ദുർഗുണങ്ങൾ ഉദിക്കുന്നത് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ തോന്നിയത് ചെയ്തോ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള അനുവാദമല്ല. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയതുപോലെ ജീവിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജാബോധമില്ലാത്തവനോടുള്ള അങ്ങേയറ്റത്തെ തന്റെ പ്രതിഷേധവും അമർഷവും രേഖപ്പെടുത്തിയിട്ടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഒരാളിൽ നിന്ന് ലജ്ജ ഇല്ലാതെയായാൽ പിന്നെ അവൻ എന്താണ് ചെയ്യുന്നത് എന്നത് അവന് പ്രശ്നമാവില്ല. ബുദ്ധിയില്ലാത്തൊരാൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്യുക എന്നൊന്നും ഉണ്ടാവില്ല. അതേ നിലവാരത്തിലേക്ക് അവൻ താഴ്ന്നു പോകും. ഒരു മൃഗത്തെക്കാൾ അത് പതിച്ചു എന്ന പ്രയോഗം അത്ര ശരിയല്ല. കാരണം മൃഗങ്ങളുടെ പ്രകൃതം അതാണ്. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തും. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ തിന്നുന്നത് ഹലാലാണോ ഹറാമാണോ, അവൻ പറയുന്നത് ചീത്തയാണോ നല്ലതാണോ, അത് തന്റെ മാന്യതയ്ക്ക് ചേർന്നതാണോ അല്ലേ എന്ന യാതൊരുവിധ പരിഗണനയും അവനുണ്ടാവില്ല. സ്വന്തം മാതാവിനെ ലൈംഗിക പൂരണത്തിന് വേണ്ടി സുഹൃത്തുക്കൾക്ക് കാഴ്ചവെച്ച നാടാണ് നമ്മുടേത്. തന്റെ മാതാവിനെ തന്റെ സഹപാഠികളാകുന്ന സുഹൃത്തുക്കൾക്ക് അവരുടെ ലൈംഗിക പൂരണത്തിന് വേണ്ടി മാതാവിനെ മദ്യം കൊടുത്ത് മയക്കി അവരെ ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത നാട്. ഒരു മനുഷ്യന്റെ ലജ്ജ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എത്രമേൽ തരം താഴ്ന്നു പോകും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് സമാനമായ എത്രയെത്ര സംഭവങ്ങൾ മനുഷ്യന്റെ സംസാരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലാതെയാകുകയാണ്. ആ ധാർമ്മികമായ ബോധം നിലനിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഹയാഗ്, ലജ്ജ എന്ന് പറയുന്നത് മുഴുവനും ഖൈറാൻ. അൽ ഹയാഗു കുല്ലുഹു ഖൈർ, ലജ്ജ മുഴുവനും ആസകലം അത് നന്മയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത്രമേൽ പ്രധാനമാണ് എന്നർത്ഥം. ഈമാനിന്റെ ശാഖകളിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുണ്ട്. ഈമാനിന് 60 ചില്ലാനും ശാഖകളുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞു, അതിൽ അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വഴിയിൽ നിന്ന് ഉപദ്രവകരമായ വസ്തുക്കൾ നിർമാർജനം ചെയ്യൽ, ഒഴിവാക്കലും ഈമാനിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞത് വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്, മൻ കല്ല ഹയാഉ കല്ല വറഉ, ഒരാളുടെ ലജ്ജ കുറഞ്ഞു പോയാൽ അവന്റെ ജീവിതത്തിലെ സൂക്ഷ്മതയും കുറഞ്ഞു പോകും. ഒമൻ കല്ല വറഉ, സൂക്ഷ്മത കുറഞ്ഞു പോയാൽ മാത്ത ഖൽബു, അവന്റെ ഹൃദയം നിർജീവമാകും. അതിലേക്ക് പിന്നെ ഒന്നും കടന്നു വരാത്ത വിധം ചലനമറ്റ അവസ്ഥയിലായി അവന്റെ ഹൃദയം മാറുമെന്ന് പറയുന്നത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അതിനെ ഹൃദയത്തെ സജീവമായി നിർത്താൻ, അതിനെ ജ്വലിപ്പിച്ച് നിർത്താൻ പറ്റിയ മാർഗം എന്ന് പറയുന്നത് ദീൻ പഠിക്കലാണ്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കലാണ്, പ്രത്യേകിച്ച് ഖുർആൻ പഠിക്കലാണ്. ഖുർആൻ പഠിക്കാനുള്ള അവസരം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പള്ളിയിൽ വർഷങ്ങളായി നടന്നു വരുന്ന കാര്യമാണ്.
അതിൽ പങ്കെടുക്കണം. ഞാനിവിടെ എല്ലാ ആഴ്ചയിലും പറയാറുണ്ട് ഖുർആൻ ക്ലാസ് ഉണ്ട്, അത് നിങ്ങൾ പങ്കെടുക്കണമെന്ന്. അപ്പൊ നമ്മളത് അറിയുന്ന ആളുകൾക്കെല്ലാം അവർക്ക് ശറഈയ ഉദറുകൾ ഇല്ലെങ്കിൽ അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് ബാധ്യതയാണ്. വെള്ളിയാഴ്ച ഞാനെന്നല്ല ആരായാലും ശരി, ഇവിടെ നിന്ന് ഇങ്ങനെ അറിയിപ്പ് നൽകുമ്പോൾ ആ അറിയിപ്പുകൾ യഥാർത്ഥത്തിൽ അതിൽ പങ്കെടുക്കാത്ത ആളുകൾക്കുള്ളൊരു രേഖയായി നാളെ പരലോകത്ത് വരും. അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കുള്ളൊരു അതിന് പ്രതികൂല രേഖയായി അത് മാറും. സഹോദരങ്ങൾ, ഇത് സംബന്ധമായി എനിക്ക് ഒറ്റക്കാര്യമേ പറയാനുള്ളൂ. ഇപ്പോൾ നമുക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ, അതിലെ ഒരു സാന്നിധ്യമായി മാറാനുള്ള ആരോഗ്യവും ശേഷിയും നമുക്കുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മയൊക്കെ പല രോഗങ്ങളും പിടികൂടും. ഒരുപക്ഷെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും അസാധ്യമാകുന്ന വിധത്തിൽ നാം നിസ്സഹായരായി മാറും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത്തരമൊരു കിടക്കപ്പായിൽ കിടന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും, എനിക്കതിന് പോകാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നുവെന്ന്. നേരെ മറിച്ച് കഴിയുന്ന കാലത്ത് നമ്മളത് ചെയ്താൽ കിടക്കപ്പാഴയിൽ നിങ്ങൾ രോഗക്കിടക്കയിൽ നിങ്ങൾ കഴിയുമ്പോഴും നാലാളുകളുടെ സഹായമില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ദുർബലായി കഴിയുന്ന വേളയിൽ പോലും ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്ത കൂലി നിങ്ങൾക്ക് കിട്ടും. കാരണം ആവുന്ന കാലത്ത് ചെയ്തിട്ടുണ്ട്. ആവുന്ന കാലത്ത് ജമാഅത്തിന് വന്നാൽ ചെയ്യാൻ പറ്റാത്ത സമയത്തും അല്ലാഹു തആല അതിന്റെ കൂലി നൽകും. മുമ്പ് അത് ചെയ്തത് കഴിയുന്ന കാലത്ത് അവനത് ചെയ്തിരുന്നു, അതുകൊണ്ട് അതിന് കൂലി കിട്ടും. സ്ഥിരമായി സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾ, അവന് രോഗം ബാധിച്ചു, നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നില്ല, പക്ഷെ അവന് നോമ്പനുഷ്ഠിച്ച കൂലി അല്ലാഹു തആല കൊടുക്കും. സ്ഥിരമായി നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾ യാത്ര കാരണം അവന് നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നില്ല, എങ്കിൽ പോലും അവൻ ആ കൂലി അല്ലാഹു തആല കൊടുക്കും. നോമ്പ് നിഷിദ്ധമാക്കിയ സമയങ്ങളുണ്ട്. അയ്യാമുത്ത് തശ്രീഖ് നോമ്പ് നിഷിദ്ധമാണ്. ആ ദിവസങ്ങളിൽ നോമ്പ് നിഷിദ്ധമാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പതിവായി ചെയ്തിരുന്ന ഒരു കാര്യമായതുകൊണ്ട് അവൻ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയുള്ളൊരു കൂലി അല്ലാഹു തആല കൊടുക്കും. പതിവായി ഒരു കാര്യം ചെയ്യുമ്പോഴുള്ള ഗുണം അതാണ്. അതിനുള്ള പ്രതിഫലം അല്ലാഹു തആല നൽകും. ഇപ്പോൾ നമുക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. ഒരു മെഴുകുതിരി വട്ടത്തിന്റെ പോലും ആവശ്യമില്ലാതെ ദീനി സദസ്സുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരം നമുക്കുണ്ട്. കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, വാഹനമുണ്ട്, സൗകര്യമുണ്ട്. എന്നിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്താതെ പോകുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിന്റെ ഗൗരവം ആലോചിക്കുക എന്ന് മാത്രമേ അത് സംബന്ധമായി പറയാനുള്ള. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇതിന്റെ പ്രാധാന്യവും അതുവഴി കിട്ടുന്ന ഗുണഫലങ്ങളും വിശദമാക്കുന്ന 1-2 ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാന പ്രോഗ്രാം ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്നുണ്ട്. കഴിയുന്നവരെല്ലാം അതിൽ പങ്കെടുക്കണമെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, ഈ വരുന്ന ഞായർ തിങ്കൾ മുഹറം 9, 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കുവാൻ ചെയ്തും പറഞ്ഞും പഠിപ്പിച്ച കാര്യമാണ്. 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചു. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ 9 ഞാൻ നോമ്പനുഷ്ഠിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനമാണ്. ചില ഹദീസുകളിൽ റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് എന്നുവരെ പറഞ്ഞതായി കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് പാപങ്ങൾ ഉണ്ടാകും. ഒരു വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കാൻ ഈ നോമ്പ് നിമിത്തമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്ത പാപങ്ങളുടെ എണ്ണം പോലും ഒരുപക്ഷെ തിട്ടപ്പെടുത്തുക സാധ്യമല്ല.
ഒക്കെ അള്ളാഹുവിന്റെ രേഖയിലുണ്ടാകും. ആ പാപങ്ങൾ ഒരു ദിവസത്തെ ഈ മുഹറമിലെ നോമ്പ് വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രദ്ധയും ഉണ്ടാകണം. കഴിയുന്ന കുട്ടികളെ കൊണ്ടും ആ നോമ്പ് എടുത്ത് അവരെ ശീലിപ്പിക്കണം. കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ ഫറള് നോമ്പ് അനുഷ്ഠിപ്പിക്കാറുണ്ട്. അതേപോലെ സുന്നത്ത് നോമ്പും അവരെ കൊണ്ട് എടുത്ത് അവരെ ശീലിപ്പിക്കണം. അങ്ങനെ ഒരു ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഇബാദത്തുകളിലൊക്കെ മുഴുകി നമ്മുടെ വീടുകളിലൊക്കെ സജീവമായി ഉണ്ടാകണം. അതുണ്ടായാൽ അതിൻ്റെ ഗുണവും ബറക്കത്തും ഫലവുമൊക്കെ നമുക്കറിയാൻ, ഞാനത് വിശദമായി പറയേണ്ടുന്ന കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ശരിയാമിതം പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.